ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. അപ്പോൾ അതാ ഞാൻ മാങ്ങയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനിവിടെ മുട്ടിക്കുടിയ മാങ്ങ എന്നാണ് പറയൽ. ഇക്കൊല്ലത്തെ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഞങ്ങളിതാ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പണി ലാഭം കിട്ടിയിട്ടുണ്ട്. എന്നും ഞാൻ തന്നെ കുക്ക് ചെയ്യും വേണം, ഞാൻ തന്നെ വീഡിയോ എടുക്കും വേണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ പരിപാടി അനിയത്തി ഏറ്റെടുത്തിക്കണേ. അപ്പോൾ ഓളാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടാ. അങ്ങനെ ഓളത് ഓരോ മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മൺചട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മാങ്ങ കാണാൻ അധികം കളറില്ലെങ്കിലും നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടാ. അങ്ങനെ ഇതാ കംപ്ലീറ്റ് മാങ്ങയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത പരിപാടി തുടങ്ങാണ്. ഓളാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്തോ, ഞാൻ എന്നെ കാത്തുക്കൂലെന്നും പറഞ്ഞിക്കാണ്ട് അതിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നാലെ പോയി വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെയെങ്കിലും കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതാ അടുത്തത് ഓള് അതിലേക്ക് ആവശ്യമായ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഞാനാണെങ്കിൽ ക്യാമറയും പിടിച്ചിക്കാണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഓളിഞ്ഞ് വേറെ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിലോ മുണ്ടാതെ ഇട്ടുകാണ്ട് പോവിച്ചിട്ട്. അപ്പോൾ അത് മിസ്സാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറയും പിടിച്ചതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെ കാണാനില്ല കേട്ടാ. അപ്പം ഉമ്മ അറിഞ്ഞ് ഓള് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയിക്കണെന്ന്. എന്തായാലും ഞാൻ അവിടുന്ന് ഫോണായിട്ട് മാറിയിട്ടില്ല കേട്ടാ. കാരണം ഞാൻ മാറിയാലാവും ചിലപ്പോൾ ഓള് വന്നിക്കാണ്ട് അത് എടുത്തിടല്. അപ്പം അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി നിന്നിട്ടില്ല. അങ്ങനെ അതാ ഓള് വേപ്പിൻ്റെ ഇലയായിട്ട് വരുന്നുണ്ട്. വേപ്പിൻ്റെ ഇലൊക്കെ നല്ല കഴുകിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല, ഓൾക്കും അറിയില്ലാന്ന് തോന്നുന്നു. ഓളാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ സ്റ്റൗ ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ ചോദിച്ചു ഇനി എന്താ പരിപാടി, ഇനി എന്തെങ്കിലും ഇതിൽ ഇട്ട് കൊടുക്കാണ്ടാന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞ് ഇല്ല, അഞ്ഞ് ഇത് ഇവിടെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന് വേവട്ടെ എന്ന് അറിഞ്ഞ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ക്യാമറ ഓഫ് ആക്കിയിട്ട് അവിടുന്ന് പോയിരുന്നിട്ടാ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇത് നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഓൾ അറിഞ്ഞ് ആയിട്ടില്ല, ഒന്നും കൂടെ അടച്ചു വെക്കുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ അടച്ചു വെച്ചിക്കാണ്ട് ഞാൻ പോയി. അപ്പോൾ ഇതിനിവിടെ തേങ്ങ ചിരകിയിട്ട് മിക്സിക്ക് ഇടൽ കഴിഞ്ഞിക്കണേ. എന്നിട്ട് ഇത് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിക്കണം. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. അങ്ങനെ ഓളത് അരച്ചെടുക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇടക്കൊക്കെ ഇത് വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടാ. തേങ്ങ അരച്ചു കൊടുക്കുന്നത് കണ്ട നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായി ഇത് അരച്ചു കൊടുക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. നല്ലോണം ഇളക്കി പാകാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ. ഇപ്പം ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് വറവിടാനും കൂടെ ഉണ്ട്. അങ്ങനെ വറവിടാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുക്കണേ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഈ വറവിട്ടത് ഇതിൽക്കാണ്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ടാ. സത്യം പറയാനല്ല ഒരു രക്ഷയില്ലായിരുന്നു കേട്ടാ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. നിങ്ങളും ഇതേപോലെ തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൽ? ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടാ. ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും കൂടെ ചെയ്തോളി. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കോളി. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.